നൂറുകണക്കിന് റിവ്യൂകളും എതിർത്തും അനുകൂലിച്ചും സൈബർ പോരാട്ടവും നടക്കുമ്പോഴും വാലിബൻ നേടിയത് ഫസ്റ്റ് ഡേ കളക്ഷനിൽ 6.5 കോടി രൂപ. മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. ചിത്രം ഇറങ്ങിയതു മുതൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തെക്കുറിച്ച് നിരവധി റിവ്യൂകളാണ് ഇതിനോടകം വന്നുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന റിവ്യൂകളാണ് ഉണ്ണി വ്ലോഗ്സിൻ്റെയും അശ്വന്ത് കോക്കിൻ്റെയും. സിനിമയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒരുപോലെ പറയുന്നതാണ് ഉണ്ണി റിവ്യൂസിൻ്റെ റിവ്യൂ. സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരുപാട് ഫിലോസഫി പറയുന്നുണ്ടെങ്കിലും ക്ലൈമാക്സ് രംഗങ്ങളിൽ ചിത്രം മറ്റൊരു റേഞ്ചിലെത്തിയെന്നും ഉണ്ണി പറയുന്നുണ്ട്. അതുപോലെ സിനിമയുടെ സിനിമാറ്റോഗ്രാഫിയെയും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെയും ഉണ്ണി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ ആർട്ട്, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റുകൾ മികവും പുലർത്തിയെന്നും റിവ്യൂവിൽ പറയുന്നു. ഓരോ സീനുകളും തമ്മിൽ ഒരു ബന്ധമില്ലായ്മ തോന്നിയെന്നും ക്ലൈമാക്സ് വരെ ഒരു കണക്ഷൻ കിട്ടാത്ത ഫീൽ ഉണ്ടായിരുന്നെന്നും ഉണ്ണി വ്ലോഗ്സ് പറയുന്നുണ്ട്. അതുപോലെ സിനിമ ഒരു നാടക രീതിയാണ് പോകുന്നതെന്നും ചിത്രത്തിലെ ഫ്രെയിമുകളും സംഭാഷണങ്ങളും അതുപോലെ തോന്നിയെന്നും ഉണ്ണി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. തനിക്ക് പൂർണ്ണമായ സംതൃപ്തി ചിത്രം നൽകിയിട്ടില്ലെന്ന് പറഞ്ഞാണ് ഉണ്ണി റിവ്യൂ അവസാനിപ്പിക്കുന്നത്. എന്നാൽ മലൈക്കോട്ടെ വാലിബന്റെ കോസ്റ്റ്യൂമിലാണ് അശ്വന്ത് കോക്ക് റിവ്യൂ പറഞ്ഞത്. താൻ തികച്ചും ഒരു LJP സിനിമയായാണ് പടം കാണാൻ പോയതെന്നും എന്നാൽ ഇത് എന്താണ് പടച്ചു വെച്ചിരിക്കുന്നതെന്ന് കോക്കിൻ്റെ പ്രതികരണം. തിരക്കഥയാണെങ്കിലും സംവിധാനമാണെങ്കിലും തനിക്ക് തൃപ്തികരമായില്ലെന്നും കോക്ക് പറഞ്ഞു. വരച്ചു വെക്കുന്ന പോലെയുള്ള ഫ്രെയിമുകൾ എടുക്കാനാണെങ്കിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് മാതൃഭൂമി യാത്രാ മാഗസിനിൽ പ്രസിദ്ധീകരിച്ചാൽ പോരെ എന്നായിരുന്നു കോക്കിൻ്റെ ചോദ്യം. ക്യാമറയും അതുപോലെ പ്രശാന്ത് പിള്ളയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സീനിന് യോജിച്ചതായിരുന്നില്ല എന്നായിരുന്നു അശ്വന്തിൻ്റെ അഭിപ്രായം. എന്നാൽ മോഹൻലാൽ എന്ന നടൻ അദ്ദേഹത്തിൻ്റെ മാക്സിമം അഭിനയിച്ചിട്ടുണ്ടെന്നും കോക്ക് പറയുന്നുണ്ട്. തികച്ചും നെഗറ്റീവ് ഷെയ്ഡിലൂടെയാണ് കോക്കിൻ്റെ റിവ്യൂ പോകുന്നത്. ബിഗ് സ്ക്രീനിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ ഒരു മനോഹരമായ ചിത്രകഥ എന്ന് വാലിബനെ വിശേഷിപ്പിച്ചാൽ തെറ്റു പറയാനാവില്ലെന്നും വ്യത്യസ്തമായ ചിത്രങ്ങളാൽ സമ്പന്നമായ മലയാള സിനിമയിലെ അതിഗംഭീരമായ പരീക്ഷണമാണ് മലൈക്കോട്ടെ വാലിബനെന്നുമായിരുന്നു മാതൃഭൂമിയുടെ റിവ്യൂ. മാസ് മസാല എൻ്റർടൈനർ മാത്രം കണ്ടുശീലിച്ച് അതിൽ ആവേശം കൊള്ളുന്ന പ്രേക്ഷകർ അർഹിക്കുന്ന സിനിമയെയെല്ലാം മലൈക്കോട്ടെ വാലിബനെന്നും മാസ് സിനിമകളുടെ മീറ്റർ സ്കെയിൽ വെച്ച് അളന്ന് കുറ്റങ്ങൾ പറയാൻ ശ്രമിച്ചാലും അതിനെല്ലാം മേലെ ലിജോയുടെ ക്രാഫ്റ്റ് ഉയർന്നു തന്നെ നിൽക്കുമെന്നും മലയാള മനോരമ റിവ്യൂവിൽ പറയുന്നുണ്ട്. ചുരുളി വന്നപ്പോൾ അതേക്കുറിച്ച് ദ ക്യൂവിൽ എഴുതിയ കുറിപ്പിന് താൻ തലക്കെട്ടിട്ടത് ചുരുളിയുടെ 1101ാമത്തെ റിവ്യൂ എന്നായിരുന്നെന്നും മലൈക്കോട്ടെ വാലിബന് 1,01 റിവ്യൂകൾ വരുന്നത് ഇപ്പോൾ കാണുന്നതെന്നും മാധ്യമപ്രവർത്തകൻ സനീഷ് ഇളയടത്ത് അഭിപ്രായപ്പെട്ടു. 2.5 മണിക്കൂർ ഏർപ്പാടിനെക്കുറിച്ച് ഇത്രമാത്രം എഴുത്തുകൾ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള മറ്റൊരു സംവിധായകൻ ഇപ്പോൾ മലയാളത്തിൽ ഇല്ലെന്ന് തോന്നുന്നുണ്ടെന്നും ഇളയെടുത്ത് കുറിച്ചിട്ടുണ്ട്. ലിജോയുടെ ഏറ്റവും മോശം സിനിമ എന്ന കനത്ത നിരാശ സമ്പാദിച്ചാണ് വാലിബൻ കടന്നു പോകുന്നതെന്നും മേക്കിങ്ങിൽ കാണിച്ച ആത്മാർത്ഥതയുടെ കരിമ്പെങ്കിലും തിരക്കഥയൊരുക്കാൻ കാണിച്ചിരുന്നെങ്കിൽ വേറെ ലെവൽ ഐറ്റമായി മാറിയേനെന്നുമായിരുന്നു ഫിൽമി ബീറ്റ്സിൻ്റെ റിവ്യൂ. അഭിനയം, ക്യാമറ, മ്യൂസിക്, ആർട്ട്, ഫൈറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഗംഭീരമായിരുന്നിട്ടും പക്ഷേ സിനിമയുടെ നട്ടലായ തിരക്കഥ ഊരിയെടുത്ത് ഊന്നുവടിയാക്കി കൊടുത്തുവെന്നും അബിൻ ഈ റിവ്യൂവിൽ പറയുന്നുണ്ട്. എന്നാൽ സിനിമക്കെതിരെ വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്നും അതിൻ്റെ കാരണമെന്താണെന്ന് അറിയില്ലെന്നുമാണ് ലിജോ ഇന്ന് നൽകിയ വാർത്താസമ്മേളനത്തിൽ പറയുന്നത്. തന്നെ വിശ്വസിക്കുന്നവർ സിനിമ കണ്ട് വിലയിരുത്തണമെന്നും കോവിഡും പ്രളയവും എല്ലാം കടന്നു വന്ന നമുക്കിടയിൽ എന്തിനാണ് ഇത്ര വിദ്വേഷമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചു. വ്യാഴാഴ്ച റിലീസ് ചെയ്ത ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. എന്നാൽ വിവിധ ട്രേഡ് അനലിസ്റ്റുകളുടെയും ട്രാക്കർമാരുടെയും റിപ്പോർട്ട് പ്രകാരം ആദ്യ ദിനം ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം നേടിയിരിക്കുന്നത് 5 കോടിക്ക് മുകളിലാണ്. 5.85 കോടിയാണ് കേരളത്തിൽ നിന്നും മലൈക്കോട്ടെ വാലിബൻ ആദ്യ ദിനം സ്വന്തമാക്കിയത്. ആകെ മൊത്തം ആദ്യ ദിനം മോഹൻലാൽ ചിത്രം സ്വന്തമാക്കിയത് 12.27 കോടി ഗ്രോസ് കളക്ഷനാണ്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മോഹൻലാലിൻ്റെ സിനിമകളിൽ ഏറ്റവും മികച്ച 4ാമത്തെ വലിയ ഓപ്പണിംഗ് ആയിരിക്കുകയാണ് വാലിബൻ.